ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു നാദൂസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് മിക്സർ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 2.5 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. ഇനി 1/2 കപ്പ് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ ഒട്ടാതിരിക്കാൻ നമുക്ക് എണ്ണ കുറച്ച് കയ്യിൽ പുരട്ടിയതിന് ശേഷം നന്നായി കുഴച്ചെടുക്കാം. ഇത് നമുക്കിനി ചപ്പാത്തി കുഴച്ചെടുക്കുമ്പോഴത്തെ മാവാക്കി എടുക്കാം. ഇപ്പോൾ സേവ് തയ്യാറാക്കാനുള്ള മാവ് റെഡിയായിട്ടുണ്ട്. ഈ മാവിൽ നിന്ന് കുറച്ച് മാവെടുത്ത് ബൂന്തി ഉണ്ടാക്കാം. ഇതിലേക്ക് 1 നുള്ള് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് ലൂസായിട്ടുള്ള ദോശമാവിൻ്റെ പരുവത്തിലുള്ള മാവ് തയ്യാറാക്കി എടുക്കാം. നമുക്ക് സേവ തയ്യാറാക്കാം. ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ചൂടായതിന് ശേഷം ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം മാവ് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഈ മാവ് ഇതിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും. ഒന്ന് തിരിച്ചിട്ടും ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ സേവ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൂന്തി തയ്യാറാക്കാം. അതിനായിട്ട് ദ്വാരമുള്ള സ്പൂണിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ആയതിനു ശേഷം കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് കപ്പലണ്ടി ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് റോസ്റ്റ് ചെയ്ത കപ്പലണ്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് പൊട്ടുകടല ഫ്രൈ ചെയ്തെടുക്കാം. ഇനി കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് വേപ്പിലയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ഐറ്റംസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സേവ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും കൂടി ഒരുമിച്ചാക്കാം. ഇനി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മുളക് പൊടി, കായപ്പൊടി, ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വലിയ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.